അറിയാൻ പാടാത്തതുകൊണ്ടാണ്. ഈ ബൾക്കിങ്ങിന് ഒരു വർക്കൗട്ട്, കട്ടിങ്ങിന് ഒരു വർക്കൗട്ട് ഉണ്ടെന്നാണ് ഞാൻ ഇന്നലെ വർക്കൗട്ട് കൊടുത്തപ്പോൾ ഒരു പയ്യൻ പറഞ്ഞത്. ആശാനെ എനിക്ക് ബൾക്കല്ല വേണ്ട, എനിക്ക് കട്ടിങ്ങിനുള്ള വർക്കൗട്ടാണ് വേണ്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്ത് വർക്കൗട്ട്, കട്ടിങ്ങിന് വേറെ ബൾക്കിങ്ങിന് വേറെ വർക്കൗട്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ആൾക്കാർക്ക് പൊതുവേ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആ സംഭവം ഉണ്ടാക്കിയത്. അവരുണ്ടാക്കിയതല്ല, അവർ ചെയ്യുന്ന രീതി കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ബൾക്കിങ്ങിന് വേറൊരു വർക്കൗട്ട്, കട്ടിങ്ങിന് വേറെ വർക്കൗട്ട് എന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർ അവരുടെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യും. ഈ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് എനർജി കുറവുണ്ടാകും. ഈ എനർജി കുറവുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യണത്? അവർ ഒരു 30 കിലോ എടുത്ത് പ്രസ് ചെയ്യുന്ന ഒരാൾക്കാർ അത് കുറക്കും, അത് 20ലേക്ക് വരും. വന്നിട്ട് അവർ റിപ്പീറ്റേഷൻ കൂട്ടും, നമ്പർ കൂട്ടും. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്നതിന് എന്താ വിചാരിക്കുന്നത്? അവൻ റിപ്പീറ്റേഷൻ കൂട്ടിയത് കൊണ്ടാണ്, നമ്പർ അടിക്കുന്നത് കൊണ്ടാണ് അവന് കട്ടിങ്സ് വരുന്നത് ബോഡിയിൽ എന്ന് കരുതിയാണ് ഇവർ ഈ ബൾക്കിങ്ങിന് വേറൊരു വർക്കൗട്ട്, കട്ടിങ്ങിന് വേറൊരു വർക്കൗട്ട് എന്നും പറഞ്ഞുള്ള തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നത്. സംഭവം ബൾക്കിങ്ങും കട്ടിങ്ങും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭക്ഷണമാണ്. ഭക്ഷണത്തിന് മാത്രമേ ശരീരത്തെ ബൾക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. വർക്കൗട്ട് നമ്മുടെ മസിലിനെ മൈക്രോ ഡാമേജ് ചെയ്യുന്നതാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റിദ്ധാരണ എന്നുണ്ടെങ്കിൽ മാറ്റിക്കൊള്ളുക. നോർമൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, അവിടെയാണ് ഫാറ്റ് ബേണിങ് നടക്കുന്നത്.